അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി മരണപ്പെട്ട നമ്മുടെ ഇബ്രാഹിം പൈസിയുടെ വീട്ടിൽ ഇപ്പോൾ രാത്രിയും ഉസ്താദിന് പോകണം എന്നുള്ള നിലക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥലം വിട്ടത് അറിയിക്കുക. ബഹുമാന്യ അധ്യക്ഷൻ ഉസ്താദ് അവർകൾ, ആദരണീയനായ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന അബൂബക്കർ ഉദവി ഉണ്ടാമറമ്പ് അവറുകളെ, ആദരണീയനായ ഹസനാജി സാഹിബ് അവർകൾ, പ്രിയപ്പെട്ട നമ്മുടെ മുദരിസും ഖത്തീബും കൂടിയായ സുലൈമാൻ ഫൈസി കുളത്തൂർ അവർകളെ, മുജീബ് റഹ്മാൻ ഫൈസി, ഉണ്ണിക്കുട്ടി ടി പി, അബ്ദുൽ മുഹൈം ഫൈസി അവർകൾ, അബ്ദുൽ റഷീദ് അൻവരി, താജുദ്ദീൻ ലത്തീഫി, മറ്റ് നേതാക്കളെ, ജാഫർ, പ്രിയ സഹോദരി സഹോദരന്മാർ, പനയപ്പുറം ഹിദായത്തു സുബിയാൻ മദ്രസ അത് പുതുക്കി പണിതു വളരെ മനോഹരവും വിശാലവുമായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ പഠനം തുടരുവാനുള്ള ഒരു നല്ല സംവിധാനം, അതിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇവിടെ ശില നീക്കിക്കൊണ്ട് നമ്മളിവിടെ അൽഹംദുലില്ലാഹ് നിർവഹിച്ചിരിക്കുകയാണല്ലോ. ആദരണീയരായ ഉസ്താദ് അവർകൾ അധ്യക്ഷ പ്രസംഗത്തിൽ കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ, മതവിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യമായ അതിൻ്റെ ആവശ്യകതകൾ, അത് പഠിച്ചാലുണ്ടാകാവുന്ന സവിശേഷതകൾ, ഇതെല്ലാം ഉദാഹരണ സഹിതം ഇവിടെ നമുക്ക് മുമ്പിൽ വെക്കുകയുണ്ടായി. മദ്രസകൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ്. കേരളീയ സമൂഹത്തിൽ നമ്മൾ കേരളക്കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ പതിരാവിലെ ഒരു 7 മണിക്ക്, ചിലപ്പോൾ 6:30 മണി മുതൽ തന്നെ കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നമുക്ക് സഞ്ചരിക്കാൻ ആ 2 മണിക്കൂറിനുള്ളിൽ സഞ്ചരിക്കാൻ പറ്റും എങ്കിൽ, ഇപ്പം ഹൈവേ പൂർത്തിയാക്കാൻ പറ്റും തോന്നുന്നില്ലേ? 2 മണിക്കൂർ ഹൈവേ പൂർത്തീകരിച്ച് 2 മണിക്കൂറോടെ എത്താം. ആ 2 മണിക്കൂർ കൊണ്ടുള്ള ആ യാത്രയിൽ നമുക്ക് ഉടനീളം പാതയ്ക്ക് ഇരുവശത്തു കൂടിയും നടന്നു പോകുന്ന കുട്ടികളെ കാണാം. തലയിൽ തൊപ്പി ധരിച്ച ആൺകുട്ടികൾ, അതുപോലെ തന്നെ പർദ്ദ അണിഞ്ഞ പെൺകുട്ടികൾ, മുസാഫും പാഠപുസ്തകങ്ങളും ബാഗിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് ആ അതിരാവിലെയുള്ള അവരുടെ ആ പ്രയാണം, അത് കേരളത്തിൻ്റെ മാത്രം ഒരു കാഴ്ചയാണ്. മറ്റൊരുപാട് സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടല്ലോ, മറ്റു പല സ്റ്റേറ്റുകൾ നമുക്കത് കാണാൻ പറ്റി എന്ന് വരികയില്ല. നിർഭാഗ്യവശാൽ മറ്റു പല സ്റ്റേറ്റിനും ഇപ്പോഴും പഴയ ഒത്തുപള്ളിയുള്ളത്. ഇവിടെ 75 വർഷങ്ങൾക്കൊക്കെ മുമ്പ് നിലനിന്നിരുന്ന സമ്പ്രദായം, ഓത്തുപള്ളി സമ്പ്രദായം, അത് പ്രത്യേകമായ സിലബസ് ഉണ്ടാവില്ല, പ്രത്യേകമായ ബിൽഡിംഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ പള്ളിൻ്റെ ഒരു ചാരത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മൊല്ലാക്കന്മാരുടെ ആ കാലത്ത് പ്രായം ചെന്ന് നമ്മളവിടെ മൊല്ലാക്കന്മാർ വിളിക്കാടാ, നമ്മളവരെ ചെറുതായി കാണുകയല്ല, അധിക്ഷേപിക്കുകയല്ല. അന്നത്തെ ഒരു ശൈലി അതാണ്. ആ മൊല്ലാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ചിലപ്പോൾ മൊല്ലാച്ചിമാരുണ്ടോ സ്ത്രീകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, അവരും അറിവുള്ളവരാണ്. നമ്മുടെ നാട് അത്ര മോശമൊന്നുമല്ല. നമ്മുടെ സ്ത്രീകൾക്ക്, അത് അന്ന് പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകൾക്കും അറിവുണ്ടായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറിവില്ലാത്തൊരു സമുദായമല്ല നമ്മൾ. കാരണം സ്ത്രീകൾക്ക് കുട്ടികളെ പഠിപ്പിക്കുവാൻ ഉള്ള അറിവ് വേണമല്ലോ. ആ അറിവ് അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ, അവർ മൊല്ലാച്ചിമാരെന്ന് അറിയപ്പെടുന്നു, അവരും മതം പഠിപ്പിച്ചിരുന്നു. പിന്നെയാണ് 1950-കൾക്ക് ശേഷം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണം, ഇന്ന് കാണുന്ന രീതിയിലുള്ള മദ്രസ സംവിധാനങ്ങൾ പിന്നീട് നിലവിൽ വന്നു.
എന്നാൽ ഇപ്പോഴും നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഇല്ല. അവിടെ ഇപ്പോൾ പണ്ടത്തെ ഒടുത്തുപള്ളി പോലെ തന്നെ പള്ളീൻ്റെ അടുത്ത് പള്ളിയിലെ ഒരു മൂലക്കൽ കുട്ടികൾ പോയി പഠിക്കും. അതല്ലാതെ വ്യക്തമായ സിലബസ് അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഖുർആൻ മാത്രം പോകും. നിസ്കരിക്കാനുള്ള രൂപവും ഭാവമൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും. എല്ലാ നിസ്കാരത്തിന് ഫർളും ഷർത്തും അതിൻ്റെ ജായിസായ കാര്യങ്ങളെന്ത് കറാത്തായ കാര്യങ്ങളെന്തൊന്നും അവർ പഠിപ്പിക്കില്ല. ആ ഒരു സമ്പ്രദായമാണ്. അതേ അവസരത്തിൽ കേരളീയ സമൂഹത്തിൽ ഇതൊക്കെ തന്നെ വളരെ വ്യവസ്ഥാപിതമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നടപ്പാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റ് വിദ്യാഭ്യാസം നടക്കുന്നുണ്ട്, സ്കൂളും കോളേജുകളും മറ്റു കാര്യങ്ങളും. അപ്പം നമ്മൾ മതേതര രാജ്യമാണ്. മതേതര രാജ്യത്ത് ഗവൺമെൻറ്റിന് അങ്ങനെ ഏതെങ്കിലും പ്രത്യേക മതത്തിനെ പഠിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഓരോ മതവിഭാഗവും അവരുടെ സമൂഹത്തിന് പഠനം നടത്തി കൊടുക്കുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം കുട്ടികൾക്ക് അവർക്കുള്ള പഠനം അത് നമ്മൾ മുസ്ലിം സമുദായം കൊടുക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലൂടെയുള്ള പഠനവും പരിശീലനങ്ങളും അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിത സഭ സംസ്ഥ ജമിയത്തുൽ ഉലമ, അതിൻ്റെ കീഴിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്, അത് വ്യക്തമായ രീതിയിൽ നല്ല മാർഗദർശനങ്ങളും നല്ല സിലബസ്, നല്ല പരീക്ഷാ സമ്പ്രദായം, അതുപോലെ തന്നെ ഉപദേശങ്ങളുടെ പരിശോധനകൾ, മാലിന്യങ്ങൾക്കുള്ള ട്രെയിനിങ്ങുകൾ, ഇവയെല്ലാം വ്യവസ്ഥാപിതമായി സമയക്രമം അനുസരിച്ച് അതൊക്കെ കൊടുക്കും. ഇന്നത്തെ അധ്യാപകർക്ക് സ്മാർട്ട് ക്ലാസ് പഠിപ്പിക്കാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. മദ്രസയിൽ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, നമ്മൾ ഉസ്താദുമാരെന്ന് വിളിക്കുന്ന നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ, അവർക്ക് സ്മാർട്ട് ക്ലാസ് കൈകാര്യം ചെയ്യാൻ, ഓൺലൈൻ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ട്രെയിനിങ്ങൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ളവരാണ്. ഓൺലൈനിലൂടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊറോണയുടെ കാലത്ത് അങ്ങനെയല്ലേ, മദ്രസ തുറക്കാൻ കഴിയാതിരുന്ന കാലത്ത് ഓൺലൈനിലൂടെയായിരുന്നു നമ്മുടെ ഉസ്താദുമാരെ കുട്ടികൾക്ക് മദ്രസ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള രീതിയിൽ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും സമ്പ്രദായങ്ങളും നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥകല ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. ഇപ്പോൾ ഞാൻ ഒരു 3-4 മാസം മുമ്പ് ഒരു വിദേശ യാത്ര അമേരിക്കയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അവർ വലിയ സന്തോഷം പറഞ്ഞു. എന്താ കാരണം? സാധാരണ നമ്മുടെ ദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ സംസ്ഥയുടെ മദ്രസകൾ തന്നെയുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ സൗദിയിലായാലും യുഎഇയിലായാലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലൊക്കെ തന്നെ നമ്മുടെ മദ്രസ തന്നെയുണ്ട്. നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മുടെ തന്നെ പണ്ഡിതന്മാർ അധ്യാപകരായി ജോലി ചെയ്തുകൊണ്ടുള്ള മദ്രസകൾ നാട്ടിലുള്ള അതേ മദ്രസ പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ മറ്റു വിദേശ രാജ്യങ്ങൾ, മലയാളികൾ ഗൾഫിൽ മാത്രമല്ലല്ലോ, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലുണ്ട്, ജപ്പാനിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അവിടങ്ങളിലേക്കുള്ള മലയാളി രക്ഷിതാക്കൾ, മുസ്ലിങ്ങളായിട്ടുള്ള രക്ഷിതാക്കൾ, അവർക്ക് വലിയ പ്രയാസമായിരുന്നു. കാരണം അവർക്ക് ഗൾഫിലെ പോലെ മദ്രസ ഇല്ല, സ്കൂൾ മാത്രമേ അവർക്ക് കുട്ടികൾക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ. വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ടല്ലോ. അപ്പം അവർക്ക് പോലെ സഹായകമായി നമ്മുടെ മദ്രസയുടെ ഓൺലൈൻ വേർഷൻ. അവിടുത്തെ കുട്ടികൾക്ക് ഓൺലൈനിലൂടെ മദ്രസയിൽ 1-ാം ക്ലാസ് മുതൽ എല്ലാ പാഠങ്ങളും അവർക്ക് പഠിക്കാൻ കഴിയും. ഓൺലൈനിലൂടെ തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പം ആ സന്തോഷം അവർ പറയുകയുണ്ടായി. അമേരിക്കയിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ മക്കൾക്ക് ഓൺലൈനിലൂടെ
സംസ്ഥയുടെ മദ്രസയൊക്കെ പഠിക്കാൻ കഴിയുന്നു, മതവിദ്യാഭ്യാസം അവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ആ മുന്നേറ്റമാണ് ഓരോ കാലഘട്ടത്തിനും അനുസൃതമായിട്ടുള്ള സമ്പ്രദായം അത് നടപ്പിലാക്കിക്കൊണ്ട് സമൂഹത്തെ, നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ, സമൂഹത്തെ അനിവാര്യമായ അറിവ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു മൗലൂദ് യൂലദ് അൽ ഫിത്ര എന്ന് അദ്ദേഹം പറഞ്ഞു. ഹദീസ് അവിടെ ഓതി. ശുദ്ധ പ്രകൃതത്തോടെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. ഒരു കുട്ടി ജനിക്കുന്നത് വളരെ ശുദ്ധമായിട്ടുള്ള പ്രകൃതത്തിലാണ്. പിന്നെ അവന് ആരുടെ കൂടെയാണോ വളരുന്നത്, ഏത് ചുറ്റുപാടിലാണോ അവൻ വളരുന്നത്, ആ ചുറ്റുപാടാണ് അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത്. അത് നല്ല വഴിക്കാവുമ്പോൾ ആ കുട്ടി നന്നാവും. ഉദാഹരണം ഇവിടെ പറഞ്ഞല്ലോ. ചീത്ത കൂട്ടുകെട്ടാവുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ആ രീതിയിലേക്ക് കുട്ടികൾ പോകേണ്ടി വരും. പോവും. ഇപ്പം അങ്ങനെയാണല്ലോ, അപ്പം അതാണ് എല്ലായിടത്തും ചർച്ച. ഇപ്പം നോമ്പിന് നമ്മൾ ഒരുപാട് ഇഫ്താർ സദസ്സുകളിലൊക്കെ നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഈ കാലത്ത് ഈ വർഷത്തെ ആ നോമ്പിൽ ഇഫ്താർ സദസ്സുകളിലൊക്കെ പ്രധാനമായ ചർച്ച എന്തായിരുന്നു? ആ മയക്കുമരുന്നാണ്. ആ സമയത്ത് തന്നെ ഒരുപാട് കേസുകൾ ഇവിടെ വന്നു, കൊലപ്പെടുത്തലും കൊലപാതകവും. അത് കുട്ടികൾ ലഹരിക്ക് അടിമ ആയിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിതാവിനെ തിരിച്ചറിയാത്ത, മാതാവിനെ തിരിച്ചറിയാത്ത രീതിയിൽ ഇത്രയ്ക്കും ലഹരിക്ക് അടിമപ്പെടുന്നു. അതേക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഈ റമദാൻ മാസം മുഴുവനും. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാട്ടിലൊക്കെ അതിൻ്റെ പഞ്ചായത്ത് തലങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മദ്രസയുടെ കീഴിലുണ്ടാവും, സ്കൂളിൻ്റെ കീഴിലുണ്ട് ബോധവൽക്കരണം. കാരണം കുട്ടികളെയാണ് ഇപ്പോൾ ഇതിലേക്ക് പലരും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടുന്നാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്ന സംഗതി ഓരോരുത്തരും വിചാരിക്കുക, എൻ്റെ കുട്ടികളൊന്നും നോക്കില്ല, എൻ്റെ കുട്ടി ഒന്നും അതിന് പോയില്ല, എൻ്റെ വീട്ടിലേക്കൊന്നും അത് വരില്ല. ഓരോരുത്തരും അങ്ങനെ, അതാണല്ലോ നല്ലത് തന്നെ, ആ ഒരു ആത്മവിശ്വാസം നല്ലത് തന്നെയാണ്. പക്ഷേ വാർത്തകൾ വരുമ്പോൾ പലരും അതിൻ്റെ അടിമകളാവും. കുട്ടിയുടെ സ്വഭാവ ദൂഷ്യം കണ്ട് ഡോക്ടറെ പരിശോധിക്കുന്നു. രക്ഷിതാക്കൾ ഡോക്ടറെ അടുത്തെത്തുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും, അവൻ്റെ ലക്ഷണം കണ്ടാൽ മനസ്സിലാവും. അവൻ്റെ സ്വഭാവം, അവൻ്റെ വർത്താനം, അവൻ്റെ പെരുമാറ്റം, ഇതൊക്കെ ആകുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവും അവൻ മയക്കുമരുന്നിന് അടിമയാണ്. ചില കുട്ടികളുടെ പ്രത്യേകമായിട്ടുള്ള ആഹാര രീതികൾ, മര്യാദക്കുള്ള ചോറും കഞ്ഞിയും കറിയൊന്നും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. വേറെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പുതിയ ഈ ജങ്ക് ഫുഡ് എന്നൊക്കെ പറയുന്ന പുതിയ ഭക്ഷണ സാധനങ്ങളുണ്ട്, ഫാസ്റ്റ് ഫുഡിൽ മറ്റുമൊക്കെ കിട്ടുന്ന ഭക്ഷണ സാധനം, അതിൽ നാടൻ ഫുഡിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഫുഡിന് ഇവർ അടിമയാകുന്നു. കാരണം അവരുടെ ശരീരം ആ രീതിയിലേക്ക് പാകപ്പെട്ടു പോകുന്നു. കാരണം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന മയക്കുമരുന്നിൻ്റെ അംശങ്ങൾ അവരുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റും, സ്വഭാവ രീതികളെ മാറ്റും, ഭക്ഷണ രീതികളെ പോലും അത് മാറ്റും, സംസാര രീതികളെ അത് മാറ്റും. അപ്പം ഇത് അറിയാതെ വരുന്നു. ഈ കുട്ടികളൊക്കെ അതിനെ അറിയാതെ അതിൻ്റെ അടിമകളായി പോകുന്നു. അപ്പോൾ അവരെ അതിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ശക്തികൾ നമ്മുടെ ചുറ്റുപാടിലുമുണ്ട് എന്നുള്ളതാണ്. സാധാരണ പോലീസുകാർ പറയാറുണ്ട്, നിങ്ങൾ ആരുടെ വീട്ടിലും കള്ളം കയറില്ല എന്ന് നിങ്ങളാരും വിചാരിക്കരുത്. വീട്ടിൽ നല്ല ഗേറ്റ് ഉണ്ടാവും, നല്ല അടച്ചുറപ്പുണ്ടാവും, മതിലുണ്ടാവും, നല്ല വാതിലുണ്ടാവും, ജനലൊക്കെ ഉണ്ടാവും, നല്ല അടച്ചുറപ്പുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ദിവസങ്ങളുടെ വീട്ടിൽ കള്ളം കയറും എന്ന് തന്നെയാണ് കുറ്റാന്വേഷണ ശാസ്ത്രം പറയുന്നത്.
അത് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വരില്ല, നമ്മുടെ വീട്ടിൽ മയക്കുമരുന്ന് വരില്ല എന്നൊക്കെയുള്ള നമ്മുടെ ആ വിശ്വാസം, അത് പലപ്പോഴും അത് നഷ്ടപ്പെടുന്നു. അപ്പോൾ എവിടെയോ ഊടുവഴികളിലൂടെ ഇത്തരം വസ്തുക്കൾ കുട്ടികളിലേക്ക് എത്തുന്നു. അവരുടെ നിഷ്കളങ്കതയാണ്. ആ നിഷ്കളങ്കത കൊണ്ട് ആദ്യം അവരുടെ നിഷ്കളങ്കതയുടെ പേരിൽ അത് ഉപയോഗിക്കും. പിന്നെ അത് ഉപയോഗിക്കേണ്ടത് അവർക്ക് ആവശ്യമായി അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ അവരതിൻ്റെ അഡിക്റ്റ് ആവുന്നു, അതിൻ്റെ അടിമയാകും. അത്തരം കാര്യങ്ങൾ വരുന്നതിന് തൊട്ടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഒരു കണ്ണ് വേണം. പല വാർഡുകളിലും അതൊക്കെ ആ രീതിയിലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരാശ്വാസമാണ്. ഇപ്പോൾ ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നന്മയെ 3 നിലക്ക് തടയാൻ പറ്റും. ഒന്ന് കൈകൊണ്ട് തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. വാക്കുകൊണ്ട് തടയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ അകറ്റി നിർത്തിക്കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അകറ്റി നിർത്തണം. അതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ആരും ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ബേജാറാണ്. നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്താൽ മതി. ഇപ്പം തങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് ആരും നിൽക്കണ്ട. ഏതായാലും ഒരു നന്മയെ നടപ്പാക്കണം. അതിനെല്ലാവരും യോജിച്ചുകൊണ്ട് കൂട്ടായ്മയോടെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ് നമുക്ക് സുരക്ഷിതം. അവരുടെ സുരക്ഷിതത്വമാണ്, അവരുടെ ഭാവിയുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ഒരു കുട്ടി വഴിതെറ്റിയാൽ ആ കുട്ടി മാത്രമല്ല, ഈ മയക്കുമരുന്ന് കേസുകളുടെ കഥകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ മയക്കുമരുന്ന് അടിപ്പെട്ടുകൂടി വേറെ ആളെ കൊല്ലുന്നു, മൃഗീയമായ രീതിയിൽ അവൻ ഓരോന്ന് അക്രമം ചെയ്യുന്നു. അതിനിരയാകുന്ന ആരാണ്? ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഈ മയക്കുമരുന്നിന് അടിമപ്പെടണം ചെയ്യുന്ന ഈ പേക്കൂത്തുകൾക്കൊക്കെ ഇരകളാകുന്ന ഇതൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണ്. അപ്പം അതാണ് പറഞ്ഞത്, ഒരാളിതിന് അടിമയായാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അപ്പം അതിനെ തടഞ്ഞു നിർത്തേണ്ടത് ഒരു സാമൂഹ്യ ബാധ്യതയാണ്. ഇതെൻ്റെ കാര്യമല്ല, ഇത് അവൻ്റെ കാര്യമല്ല എന്ന് വിചാരിക്കരുത്. ഇതൊരു സാമൂഹ്യ ബാധ്യത, എല്ലാവരുടെയും കാര്യമാണ്. എല്ലാവരും ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പം അതിനൊക്കെ നമുക്ക് അനിവാര്യമായി വേണ്ടത് മതപരമായിട്ടുള്ള ബോധമാണ്, മതവിജ്ഞാനം തന്നെയാണ്. പരിശുദ്ധ ദീനിന്റെ സന്ദേശം, പരിശുദ്ധ ഖുർആനിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ അത് ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കുക എന്നുള്ളത്, അതാണ് മദ്രസ സമ്പ്രദായം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. നിങ്ങളിവിടെ നല്ല കാര്യത്തെ നിങ്ങൾ ചെയ്ത് നല്ലൊരു മദ്രസ, നല്ലൊരു കെട്ടിടം ഉണ്ടാക്കി, ഇതൊക്കെ നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. മഹാനായ ഉമർ തങ്ങൾ അവരുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഒരു ബർക്കത്ത് ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇവിടുത്തെ ജനങ്ങൾക്കിടയിലെ ഐക്യവും ഈ സാഹോദര്യവും ഒക്കെ അതിൻ്റെ തെളിവാണ്. അല്ലാഹു എന്നും നിലനിർത്തി തരുമാറുണ്ട്. അപ്പോൾ നമ്മുടെ പൂർവികരാണ് നമുക്ക് മദ്രസ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്, പള്ളി ഉണ്ടാക്കാനുള്ള മാർഗം വരെയാണ് നമുക്ക് കാണിച്ചത്. അതൊക്കെ വിശ്വാസിയുടെ കടമയാണ്. പള്ളി എടുക്കേണ്ടവരെ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന സമൂഹത്തിലെ ആ സമൂഹത്തിൻ്റെ കടമയാണ്. ആ പള്ളിയുടെ ഭാഗം തന്നെയാണ് മദ്രസ. കാരണം പള്ളി ഇൽമിന്റെ കേന്ദ്രം കൂടിയാണ്. ഇൽമും തസ്കിയത്തും തർബിയത്തും നസീഹത്തും ഇതൊക്കെ പള്ളി നിർവഹിക്കുന്നു. അപ്പം അതിനൊക്കെ ക്രോഡീകരിക്കുന്നു മദ്രസ. പള്ളിയിൽ കൊടുത്ത ഇൽമ, നസീഹത്ത്, തസ്കിയത്ത്, തർബിയത്ത് അത് ക്രോഡീകരിക്കുന്നു മദ്രസ പ്രസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയുടെ ഭാഗമാണ്. അപ്പൊ പള്ളി എടുക്കാനുള്ള ചുമതല ആർക്കാണുള്ളത്? അവരുടെ ചുമതല തന്നെയാണ് മദ്രസ എടുക്കാനുള്ളത്. അപ്പം അങ്ങനെ തന്നെയാണ് നടക്കുന്നത്.
മിക്കവാറും പള്ളി കമ്മിറ്റികൾ കീഴിൽ, മാലി കമ്മിറ്റിയുടെ കീഴിലൊക്കെയാണ് പള്ളി മദ്രസൊക്കെ നടക്കുന്നത്. അപ്പം ആ പാരമ്പര്യമാണ് തലമുറകൾ കൈമാറി ഇപ്പോൾ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളും ആ ഒരു വലിയ മാതൃക പിന്തുടരുന്നു. ഇതൊക്കെ നമുക്ക് മാതൃക കാണിച്ച് നമ്മുടെ പൂർവികങ്ങൾ ഇവിടെ ഇരിക്കുക. നിങ്ങളുടെ വാപ്പമാർ, അവരുടെ വാപ്പമാർ, ഉമ്മമാർ, അവരുടെ ഉമ്മമാർ, അവരൊക്കെയാണ് ഈ മാതൃക നമുക്ക് കാണിച്ചു തന്നത്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിടങ്ങൾ വിശാലമാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ അവരുടെ ആഖിറത്തെ അള്ളാഹു വെളിച്ചമാക്കുമാറാകട്ടെ. അവരെയും നമ്മയും പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട ഉദവി സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഉണ്ടമർബ് കാലികമായിട്ടുള്ള വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കുവാൻ കഴിയും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നേർവഴിക്ക് നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മദ്രസ നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ച നാട്ടിലും മറുനാട്ടിലുമുള്ളവർ, ചെറുതും വലുതുമായിട്ട് രീതിയിൽ സഹായിച്ചത്, അവർക്കൊക്കെ ജാരിയായ സ്വതക്കയുടെ പരിപൂർണ്ണ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ച് നിർവഹിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.